Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കേരള സെറ്റ് 2021ൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയിക്കോളൂ. നമ്മളുടെ എക്സാം ഓഗസ്റ്റ് 14th 2021 ആണ്. ഓക്കെ, ആ ഒരു ഓർമ്മ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം. ഓക്കെ, ഈ കൊമേഴ്സ് ബൈറ്റ്സ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഒരു April 21st ആണ്. April 21st 2021 അന്ന് തുടങ്ങി നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, അല്ലാതെ റിസർച്ച് സീരീസ്, അങ്ങനെ ഇങ്ങനെ കുറേ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഈസിലി ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ 4 ഓപ്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. നമ്മളുടെ സൈഡിൽ നിന്ന് ഉള്ള 100% ഇട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് കീപ് വർക്കിംഗ് ഫോർ യുവർ എക്സാം കേരള സെറ്റ് 2021. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. ഇന്നും വി ആർ ഹാവിങ് 7 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. Education is in dash list. Options are option A, state list, option B, central list, option C, concurrent list and option D, common list. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ടൈംസ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 75% ഉള്ള സ്റ്റുഡൻസിന് അറിയാൻ പറ്റും ഇതിൻ്റെ ആൻസർ അല്ലേ. കൂടുതലായിട്ട് ഞാൻ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, നമ്മളുടെ എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. സോ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. Online learning does not have much scope for. ഓൺലൈൻ ലേണിംഗ് കൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലേണിങ്ങിലാണ് കൂടുതൽ സ്കോപ്പ് ഇല്ലാത്തതെന്ന്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, ഓപ്ഷൻ ബി, സോഷ്യൽ ലേണിംഗ്, ഓപ്ഷൻ സി, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്. ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യൂ. നിങ്ങളുടെ കസിൻസും അനിയത്തിമാരും അനിയന്മാരും അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതുവേ ഉള്ള ആൾക്കാരുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണ്, ഓൺലൈൻ ലേണിങ്ങിൽ എന്ത് ടൈപ്പ് ഓഫ് ലേണിങ്ങിലാണ് സ്കോപ്പ് കുറവുള്ളത്? ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സോഷ്യൽ ലേണിംഗ്. കുട്ടികൾ സോഷ്യലായിട്ട് പഠിക്കുന്നില്ല, ഒരു സോഷ്യലിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് കുട്ടികൾക്ക് കിട്ടാതാവുന്നു അല്ലേ. ഇതിൽ പറയുന്ന ഓപ്ഷൻ എ, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് നമുക്ക് വേണമെങ്കിൽ കിട്ടാം അല്ലേ. നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷൻ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് 1-to-1 പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഓൺലൈൻ ലേണിംഗ്, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോഷ്യൽ ലേണിംഗ് പറ്റില്ല. കാരണം ഈവൻ ദോ നമ്മളിപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു സോഷ്യൽ ലേണിംഗ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നത്, അതും ഒരു പോയിൻ്റ് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഒരു ആപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ജസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ കംസ് യുവർ സർപ്രൈസ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ലേണിംഗ് ആസ് ലേണിംഗ് ടു ലേൺ. Who said these words? Options are option A, Osabel, option B, Piaget, option C, Brunner and option D, Gagny. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഗോ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ലെറ്റ് മീ നോ ഹൗ മച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് നോ ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ടാസ്ക് ആൻഡ് ദിസ് ഈസ് യുവർ സ്പെഷ്യൽ പോയിന്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാൻ പാവ്ലോവിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോകാം. 3 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു കണ്ടീഷൻ വെക്കുന്നതിന് മുന്നുള്ള കേസാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം അദ്ദേഹം ഫുഡ് വെച്ച് നോക്കി, ഒരു ഡോഗിൻ്റെ മുന്നിൽ അവന് ഫുഡ് വെച്ച് നോക്കി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സലൈവേഷൻ.
അപ്പോൾ ബിഫോർ കണ്ടീഷനിങ്ങിൽ ഫുഡ് വരുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ സലൈവേഷൻ എന്താണ്? അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. നമ്മൾ ബിഫോർ കണ്ടീഷനിങ് അല്ലേ, അതുകൊണ്ട് തന്നെ അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. സലൈവേഷൻ വരുന്നത് എന്താ? സ്റ്റിമുലസിൻ്റെ റെസ്പോൺസ് ആയിട്ട്. സോ സലൈവേഷനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. ഞാൻ ഈ പറയുന്ന പോയിൻ്റ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടപ്പേന്ന് പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. കാരണം ഞാൻ എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ബിഫോർ കണ്ടീഷനിങ്ങിന് ഹെഡ് കൊടുക്കുക. ഓക്കെ, ഫുഡിൻ്റെ താഴെ ബ്രാക്കറ്റിൽ എഴുതുക അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, ഇനി ഫുഡിൻ്റെ നേരെ തന്നെ സൈഡിൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക സലൈവേഷൻ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോഗിന് സലൈവേഷൻ വന്നു. ആ സലൈവേഷൻ എന്താണ് പറയുന്നത്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. സ്റ്റിമുലസിന് റെസ്പോൺസ് കിട്ടി. ഓക്കെ, ഇനി അദ്ദേഹം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തത് എന്താണെന്നറിയോ? ബെല്ല് കൊടുത്തു നോക്കി. ബെല്ല് കൊടുത്തപ്പോൾ ഡോഗ് നോക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോഗ് എന്താ ചെയ്തേ? നോ റെസ്പോൺസ്. ഓക്കെ, ഇനി ഡ്യൂറിങ് കണ്ടീഷനിങ് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ബെല്ലോടൊപ്പം തന്നെ ഫുഡും കൊടുത്തു നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഡ്യൂറിങ് കണ്ടീഷനിങ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ എഴുതുക ബെൽ പ്ലസ് ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, പ്ലസ് സലൈവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷനിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. സോ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ ഒരു ബെല്ല് കൊടുക്കുമ്പോൾ തന്നെ ഡോഗിന് സലൈവേഷൻ വരികയാണ്. കാരണം അവനറിയാം, ഓക്കെ ബെല്ല് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് വരും എന്ന് അറിയാം അല്ലേ. സോ ഇവിടെ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ ബെല്ല് വരുമ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസും അതുപോലെ സലൈവേഷൻ വരുമ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസും ആവും. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ എന്നാണ് ടു മൈ നോളജ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഗിവ് എ തംസ് അപ്പ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ഞാനിപ്പോൾ ജസ്റ്റ് ഇവാൻ പാവ്ലോവിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്ന് എന്നോട് പല കുട്ടികളും ചോദിക്കാറുണ്ട്. മാം, ഞങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാമോന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സെക്ഷൻ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തത്. ഓക്കെ, സോ ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ പാവ്ലോവിൻ്റെ ഈ ഡോഗിനെ വെച്ചിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, അതിൽ ഫുഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. സോ നിങ്ങൾ തന്നെ ഇനി പറ, ഇവിടെ ഫുഡിനെ എന്തായിട്ടാണ് പറയുന്നത്? യെസ്, ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് സലൈവേഷൻ എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവാൻ പാവ്ലോ, ഇനി നിങ്ങൾ മറക്കരുത്, ഈ ഒരു പിക്ചർ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇതുപോലെ തന്നെ അങ്ങ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, സോഷ്യോ ഇമോഷണൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ അഡോളിസെൻറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് സെൻസ് ഓഫ്. അതായത് ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു എറിക് സൈക്കോ സോഷ്യോ തിയറി ഇല്ലേ, ആ തിയറിയുടെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എറിക്സൻ്റെ സൈക്കോ സോഷ്യോ തിയറിയിൽ 8 സ്റ്റേജസ് ഉണ്ട്. ആ 8 സ്റ്റേജസിൽ അവർ ഇൻഫൻറ്റ് തുടങ്ങി അഡൽട്ട്ഹുഡ് വരെയുള്ള 8 സ്റ്റേജസാണ് കവർ ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഹാവ് കവേർഡ് ദിസ് പോർഷൻ. എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി, അതിനെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ടൈപ്പ് ഓഫ് തിയറിയിൽ സോഷ്യോ ഇമോഷണൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ അഡോളസെൻറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് സെൻസ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ വിഷൻ, ഓപ്ഷൻ ബി ബിലോങ്ങിങ്, ഓപ്ഷൻ സി ഐഡൻറ്റിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ദാറ്റ് ഇസ് കറേജ്. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ 5th സ്റ്റേജിലാണ് അഡോളിസെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഐഡൻറ്റിറ്റിക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. സോ ഈ ഒരു ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നാണ് ഈ ഒരു സ്റ്റേജിനെ പറയുന്നത്. ഈ ഒരു സ്റ്റേജ് വരുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 12 to 18 ഇയേഴ്സാണ്.
അഡോളിസെൻ്റ് ആയിട്ടുള്ള ഏജ് അല്ലെങ്കിൽ ചിൽഡ്രൻ ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. സോ അഡോളിസെൻ്റ് സെർച്ച് ഫോർ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് അന്വേഷണം, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഫോക്കസ് കൊടുക്കുന്നത്. ത്രൂ എക്സ്പ്ലോറേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഗോൾ. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ലേ, നമ്മൾക്കുള്ള വാല്യൂസ്, നമ്മൾക്കുള്ള ബിലീഫ്സ്, അതുപോലെ തന്നെ ഗോൾസ്, അതൊക്കെ വെച്ച് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, ഈ ഒരു സ്റ്റേജ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡിനും അതുപോലെ തന്നെ അഡൽട്ട്ഹുഡിനും ഇടയിലാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിൽ വരുന്നത് 2 ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ സെക്ഷൽ ആൻഡ് ദ നെക്സ്റ്റ് വൺ വിൽ ബി ഒക്യുപ്പേഷണൽ. ഓക്കെ, സോ ഇവിടെ ദേ എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ടു ഫോം ദെയർ ഓൺ ഐഡൻറ്റിറ്റി. അവർക്ക് വേണ്ടത്, ആ ഒരു അഡോളസെൻ്റ് സ്റ്റേജിലുള്ള ചിൽഡ്രന് വേണ്ടത് അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ അതിൻ്റെ എഗൻസ്റ്റായിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഓഫ് കൺഫ്യൂഷനാണ്. അവർക്ക് ചിലപ്പോൾ അവരിൽ തന്നെ ഒരു ഷ്യൂരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയോ, ഞാനിപ്പോൾ കറക്റ്റ് ആയോ എന്നുള്ളൊരു ഷ്യൂരിറ്റി അവർക്കുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിനെ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു 8 സ്റ്റേജസ് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ആദ്യം ഓട്ടോണമിയാണ്, അതിന് വേഴ്സസ് വരുന്നത് ഷെയിം ആൻഡ് ഡൗട്ട്. ദ നെക്സ്റ്റ് വൺ വിൽ ബി ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഫോർത്ത് സെക്ഷനിൽ വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇനി ഫിഫ്ത്ത് സെക്ഷനിൽ വരുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് ദ സിക്സ്ത് സ്റ്റേജിൽ വരുന്നത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആൻഡ് സെവൻത്ത് വൺ വരുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഈഗോ ആക്ട് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഈ ഈഗോനെ പറ്റി എവിടെയെങ്കിലും കേട്ടുവച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, അത് സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ ഫ്രൂഡിയൻ കോൺസെപ്റ്റ് ഓഫ് അൺകോൺഷ്യസ് നേച്ചറിലായിരിക്കും നമ്മളിത് പഠിച്ചിട്ടുണ്ടാവുന്നത് അല്ലേ? അതിൽ നമ്മൾ ID, സൂപ്പർ ഈഗോ, ഈഗോ, ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. ഡിയിൽ നമ്മൾ പറഞ്ഞു അതൊരു പ്ലഷർ പ്രിൻസിപ്പിളാണ് എന്നുള്ളൊരു കാര്യം അല്ലേ? അതുപോലെ തന്നെ IDയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള നീഡ്സാണ്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാണ്? ഹങ്കർ, തേഴ്സ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് IDയിൽ കൂടുതൽ പറയുന്നത് അല്ലേ? അൺകോൺഷ്യസ് പാർട്ട് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് IDയുടെ മറ്റൊരു പോയിന്റ്. ഓക്കെ, ഐ വോണ്ട് ദിസ്, എനിക്കത് വേണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ വിശക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഫുഡ് വേണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരിക്കും. ഒരു ബയോളജിക്കൽ നീഡിനെയാണ് ID കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എപ്പോഴും ഇറ്റ് റിലേറ്റ്സ് ടു സോഷ്യൽ ഓർ മോറൽ വാല്യൂസിനാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് എ മാൻ ഇൻകൾക്കേറ്റ് ആസ് ഹീ മെച്ചേഴ്സ്. ഒരു മനുഷ്യൻ മെച്ചർ ആവുന്നതനുസരിച്ച് അവൻ്റെ സോഷ്യലും അതുപോലെ തന്നെ മോറൽ വാല്യൂസിനെ റിലേറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ വളർന്നു വലുതായി, അപ്പോൾ ആ ആൾക്ക് ആ ഒരു പെർട്ടിക്കുലർ മനുഷ്യന് മനസ്സിലാവാണ് ഓക്കെ വാല്യൂസ് ആൻഡ് ദ നോംസ് ഓഫ് ദ സൊസൈറ്റി, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഏജ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി പീരീഡിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ഈഗോ. ഈഗോ ആണ് നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഈഗോയിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈഗോ ആക്ട് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് എന്നാണ് ചോദിച്ചിരുന്നത്. സോ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ID എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ എനിക്ക് ദാഹിക്കുന്നു, അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം, ഇപ്പോൾ എനിക്ക് വിശക്കുന്നു, അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം, അതൊരു പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇത് മെയിനായിട്ട് വരുന്നത് സ്റ്റുഡൻസിന് ഇത് കൺഫ്യൂസ്ഡായി പോകും. അവർക്കറിയാം പ്ലഷർ പ്രിൻസിപ്പിൾ ഉണ്ട്, റിയാലിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ID അവർ റിയാലിറ്റി പ്രിൻസിപ്പിളും ഈഗോ അവർ പ്ലഷർ പ്രിൻസിപ്പിളാക്കും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ ID എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, ID എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, IP എന്ന് ഓർത്താൽ മതി. ഇനി ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ, ER, IP, ER.
അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. സോ നിങ്ങൾക്ക് ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ തിയറീനെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫിംഗ് തന്നതാണ്, ഒരു സമ്മറി പോലെ. ഓക്കെ, സൈക്കോ അനലിറ്റിക്കൽ തിയറി ആദ്യമായിട്ടാണ് കേൾക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരിക്കണം ഈ ഒരു സെക്ഷൻ, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി. Okay, so let's move to the last question. Integrative reconciliation is a step in theory of options are option A, Skinner, option B, Hull, option C, Ausubel, and option D, Pavlov. Here the answer will be option C, that is Ausubel. നമുക്ക് ആദ്യം ഈ ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ എന്ന് പറയുന്ന ടേം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. കുറേ പേർക്ക് ഇതൊരു പുതിയ ടേം ആയിരിക്കും. സോ അതിനെപ്പറ്റി ഒന്ന് നോക്കിയിട്ട് നമ്മൾക്ക് ബാക്കിയുള്ളതിനെ പറ്റി നോക്കാം. ഓക്കെ, ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ലേണിംഗ് in which learner discerns relationship between the concept not initially categorized. സോ ഇവിടെ പറയുന്നത് കോൺസെപ്റ്റിലേക്കാണ് കൂടുതൽ അവർ ഫോക്കസ് കൊടുക്കുന്നത്, അതും മീനിങ് ഫുൾ ലേണിംഗ്. Okay, meaningful learning in which learner discerns relationship between concepts not initially categorized, and it is a relational cross-link representation, new relationship between the new concept and the existing conceptual structure. അത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം കേട്ടോ. Thus integrating new concepts entails reconciling new information with old information. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇൻറ്റിഗ്രേറ്റീവ് റീകൺസിലേഷൻ എന്ന് പറയുന്നത് ഈ ആരുടെ സ്റ്റെപ്പിലാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, ഒസബലിൻ്റെ. സോ ഇതിന് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇൻറ്റിഗ്രേറ്റീവ് റീകൺസിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഒസബലാണെന്നുള്ളത്. ഇനി ഒസബലിൻ്റെ ലേണിംഗ് ഞാൻ വളരെ സിമ്പിളാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം വിതിൻ 2 minutes. ഓക്കെ, ഒസബൽ ലേണിംഗ് തിയറി. ഒസബൽ ലേണിംഗ് തിയറിക്ക് മറ്റ് 3 പേരുകളുണ്ട്. അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഒസബൽ ലേണിംഗ് തിയറീൻ്റെ മറ്റൊരു പേര് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്ത് പൊക്കോളൂ കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. ഓക്കെ, ഒസബൽ ലേണിംഗ് തിയറീൻ്റെ മറ്റൊരു പേര് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. ഇനി നെക്സ്റ്റ് പേര് എന്ന് പറയുന്നത് റിസപ്ഷൻ ലേണിംഗ്. ഇനി ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സബ്സംഷൻ തിയറി, SUMPTION. ഓക്കെ, നിങ്ങൾക്ക് ഒസബൽ ലേണിംഗ് തിയറീനെ മറ്റ് 3 പേരിൽ വിളിക്കും: മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ് ആൻഡ് സബ്സംഷൻ തിയറി. ഓക്കെ, സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് 2 പാർട്ട് ഉണ്ടെന്ന് വിചാരിക്കും, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എനെ നമ്മൾ വിളിക്കുന്നത് എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് സ്ട്രക്ചറാണ്. നമുക്ക് എന്തൊക്കെയോ അറിയുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് എന്തൊക്കെയോ അറിയാം, അതാണ് പാർട്ട് എ. ഓക്കെ, ഇനി പാർട്ട് ബിയിൽ വരുന്നത് ന്യൂ നോളജാണ്. സോ ഈ 2 പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ അറ്റാച്ച് ചെയ്യും. എത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ന്യൂ നോളജ് എക്സിസ്റ്റിംഗ് നോളജിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്, ദെൻ ദാറ്റ് മച്ച് ലോങ് ഇറ്റ് സ്റ്റേസ് ഇൻ അവർ മൈൻഡ്, അതർവൈസ് ഇറ്റ് വിൽ ഫോർഗെറ്റ് സൂൺ. ഓക്കെ, എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണോ നമ്മൾ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ന്യൂ നോളജ് അറ്റാച്ച് ചെയ്യുന്നത്, സ്ട്രോങ് ആണെങ്കിൽ അത് കുറേ നാൾ നിൽക്കും. ഇപ്പോൾ അത്ര സ്ട്രോങ് അല്ല എങ്കിൽ കുറേ നാൾ നിൽക്കില്ല, അതാണ് കാര്യം. ഓക്കെ, ആൻഡ് ഇനി നമ്മൾക്ക് വേറൊരു പോയിന്റ് നോക്കാം. അതായത് റിസപ്ഷൻ ലേണിംഗ് എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒസബൽ ലേണിംഗ് തിയറീനെ റിസപ്ഷൻ ലേണിംഗ് എന്ന് വിളിക്കും. ഒസബൽ ലേണിങ്ങിനെ റിസപ്ഷൻ ലേണിംഗ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? കാരണം ഈ ഒരു ഒസബൽ ലേണിംഗ് തിയറിക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് റിസീവ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് റിസീവ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അത് ഡിസ്കവറി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ, എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് സ്ട്രക്ചറിനും പിന്നെ അറ്റാച്ച് ചെയ്യും ന്യൂ നോളജിലിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒസബൽ ലേണിംഗ് തിയറീനെ സബ്സംഷൻ തിയറി എന്നും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ പറഞ്ഞത് ഇത്രയാണ്. ഒസബൽ ലേണിംഗ് തിയറീനെ മറ്റ് വിളിക്കുന്ന പേരുകൾ മീനിങ് ഫുൾ ലേണിംഗ്, മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, റിസംഷൻ ലേണിംഗ് ആൻഡ് സബ്സംഷൻ ലേണിംഗ്.
റിസപ്ഷൻ ലേണിംഗ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമുക്ക് റിസീവ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്കവറി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി സബ്സംഷൻ എന്ന് വിളിക്കാൻ കാരണം ഞാൻ ആ പറഞ്ഞ പ്രോസസ്സ് ഇല്ലേ, പാർട്ട് എയും പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞില്ലേ, പാർട്ട് എയിൽ വരുന്നത് എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് സ്ട്രക്ചറിനെ ഞാൻ പാർട്ട് ബി ആയ ന്യൂ നോളജിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? സബ്സംഷൻ തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മീനിങ് ഫുള്ളായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്ന് പറയും. സോ ഇനി ഒസബിൾ ലേണിംഗ് തിയറീനെ പറ്റി എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും എൻ്റെ സ്റ്റുഡൻസിന് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മസ്റ്റായിട്ട് കിട്ടിയിരിക്കണം. ആ ഒരു മാർക്ക് നമ്മൾ ഉറപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? So that's it for now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.